ഓക്കെ. അപ്പൊ കേസ് പരാതി കാര്യങ്ങളൊക്കെ ഞാനൊന്ന് വായിക്കാം. പെറ്റീഷൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, രസീത്. ശ്രീമതി കുമാരി അവരുടെ പേരാണ്. ഡിസ്ട്രിക്ട് പോലീസ് ഓഫീസ് ആലപ്പുഴ 6/11/25 ആണ് ഇവര് പോയിട്ടുള്ളത്. അതായത് 11:30 AM. ഹൗസ് ചെത്തല ആലപ്പുഴ. അവരുടെ വീട്ടുകാരും കാര്യങ്ങളും. സന്തോഷ് CS ചെക്കോട്ടുകോണം. ഫോൺ നമ്പർ കൊടുത്തിട്ടില്ല. ഇമെയിൽ എന്നിവരിൽ നിന്നും ഷഫീന സുൽത്താൻ U2C മീഡിയ, വേറെ ആരാ, ഓഫ് അനന്തു, ലൈഫ് ഓഫ് അനന്തു, അതുൽ വാക്സ്, അണ്ണൻ ഇല്ലാത്ത കഞ്ഞിയില്ല, ഉപ്പില്ലാത്ത കഞ്ഞിയില്ല, അണ്ണ ഉണ്ട്. സമ്മർ മീഡിയ, സമ്മറിന്റെ സ്പെല്ലിംഗ് തെറ്റാണ് കേട്ടോ, SUMMER ആണ്. ഇത് സൂമർ മീഡിയ എന്ന് ചോദിച്ചിട്ടുണ്ട്, സ്പെല്ലിംഗ് തെറ്റാണ്, അങ്ങനെ ഇതാക്കല്. അതുപോലെ അതുൽ വ്ളോഗ്സിൽ യെസ് ഉണ്ട്, ഇത് അതുൽ വ്ളോഗ് എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ വേറെ ആരാ ഇത്, ഗോൾഡൻ ഡയറീസ്, ബിഗ് ബോസ്. ഓ, ബിഗ് ബോസിനെതിരെയും കൊടുത്തില്ല, അത് അവന്റെ ചാനലിന്റെ പേരായിരിക്കും. ഓക്കെ. ബിഗ് ബോസ് മുസ്താഖീനെതിരെ കൊടുത്തിട്ടുണ്ട്. മുസ്താഖീൻ സലീം, വിവി ഹിയർ. ഓ, അവനും ഉണ്ടാ. ശ്വേതാ ഗോപാൽ. ഓഹോ, ഡാനി സത്യൻ, എടാ നീ ഉണ്ടാടാ, നീ തച്ചു വെച്ചോ. ഇറ്റ്സ് കൈസ് ആൻഡ് സീരിയൽ ഗ്രാൻഡ്മ എക്സെട്ര. അങ്ങനെ എല്ലാവർക്കും എതിരെ. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിങ്ങനെ അതുലിൻ്റെ വീഡിയോ കണ്ടപ്പോഴത്തേക്കാണ് അതിനകത്ത് ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ കണ്ടത്. ഷൈത്യയുടെ ഫാമിലി കുറേ യൂട്യൂബേഴ്സിനെതിരെ കൊണ്ടൊരു കേസ് കൊടുത്തിട്ടുള്ളതായിട്ടൊരു വീഡിയോ ആണ് ഞാൻ കണ്ടത്. അതിനകത്ത് ഞാനുണ്ട്, പിന്നെ കുറേ ആൾക്കാരുണ്ട്, സമ്മർ മീഡിയ ഉണ്ട്, അങ്ങനെ അതിലുണ്ട്, അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, ഒരുപാട് എക്സെട്ര എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരും ഉണ്ടെന്നാണ്. ഇപ്പം ഇവർ ഈ കേസ് കൊടുക്കേണ്ട കാര്യം എന്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഇത് ഒരു ബിഗ് ബോസിൻ്റെ ഷോയാണ്. ബിഗ് ബോസിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ അഭിപ്രായങ്ങൾ പറയുന്നു, അല്ലാതെ ഇവരെ വ്യക്തിപരമായിട്ട് നമുക്ക് ആർക്കും അറിയത്തില്ല. അത് വേറൊരു കാര്യം. ഇവരവിടെ പോയി കാണിച്ചു കൂട്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളെ അഭിപ്രായങ്ങളായിട്ട് നമ്മൾ സംസാരിച്ചത്, അല്ലേ? നമ്മളവിടെ ഇവർ ചെയ്യുന്ന പ്രവൃത്തികളെയാണ് നമ്മൾ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതും നമ്മൾ അതിനെ പറ്റിയിട്ടാണ് നമ്മൾ വിലയിരുത്തിയിട്ടുള്ളതും, അഭിപ്രായം പറഞ്ഞിട്ടുള്ളതും. അപ്പം ഇതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ടല്ല ഇവർ ഈ ഷോയിലേക്ക് പോയത്. ഇത് ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ഷോ എന്ന് പറഞ്ഞാൽ അത്രയും ടോക്സിക് ആയിട്ടുള്ളൊരു ഷോയാണ്. അവിടെ പോകുന്ന ആൾക്കാർ പോസിറ്റീവായിട്ട് പോകുന്ന ആൾക്കാർ നെഗറ്റീവായിട്ട് ഇറങ്ങി വരും, കട്ട നെഗറ്റീവായിട്ട് പോകുന്ന ആൾക്കാർ പോസിറ്റീവായിട്ട് ഇറങ്ങി വരും, അല്ലേ? അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് കട്ട നെഗറ്റീവായിട്ട് അഖിൽ മാരാർ കയറി പോയിട്ട് പോസിറ്റീവായിട്ട് ഇറങ്ങിയാണ് വന്നത്. കാരണം അവരവിടെ പറയുന്നതും ചെയ്യുന്നതുമായിട്ടുള്ള പ്രവൃത്തികൾ കാരണമാണ് അങ്ങനെ സംഭവിക്കുന്നത്. പോസിറ്റീവായിട്ട് ഇറങ്ങി വരുന്നത്, നെഗറ്റീവായിട്ട് ഇറങ്ങി വരുന്നത്. പിന്നെ അവരവിടെ നിന്ന് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും 24/7 ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോയാണ്. അത് വെച്ചിട്ടാണ് ജനങ്ങൾ അവരെ വിലയിരുത്തുന്നതും. അവരെ ആ ഒരു ഷോയിൽ അവർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ, അവർ കളിക്കുന്ന ഗെയിമുകൾ, അത് നല്ല ഗെയിമാണെങ്കിൽ നല്ല ഗെയിം എന്ന് പറയും, ചീപ്പ് ഗെയിമാണെങ്കിൽ ചീപ്പ് ഗെയിം എന്നും പറയും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ശൈത്യയെ എല്ലാവരും കട്ടപ്പയെന്ന് വിളിച്ചതും അങ്ങനെ ഒരു കട്ടപ്പ എന്നുള്ളൊരു പേര് വരാൻ ഇടയാക്കിയതും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ആണ് ശൈത്യ ഇപ്പോൾ പരാതി കൊടുത്തതെന്ന് തോന്നുകയാണ്. കട്ടപ്പ എന്നുള്ളൊരു പേര് ഞങ്ങൾ അടിച്ചേൽപ്പിച്ച് കൊടുത്തെന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്തും ഒരു ധാരണയുടെ പുറത്തും ആണ് ശൈത്യ ഈ ഒരു പരാതി കൊടുത്തതെന്നാണ് തോന്നുന്നത്. എന്തായാലും ആലപ്പുഴയിലാണെന്ന് തോന്നുന്നു, സൈബർ സെല്ലിലാണെന്ന് തോന്നുന്നു. ഞാനിപ്പോൾ ഈ അതുലിൻ്റെ വീഡിയോ കണ്ടപ്പോൾ ഇത് അറിഞ്ഞത്. അപ്പം അതിനകത്ത് കുറേ ആൾക്കാരുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഈ കമൻറ്റ് ചെയ്തേക്കുന്ന ആൾക്കാർക്ക് ഉൾപ്പെടെ നടപടി എടുക്കണമെന്നാണ് നമുക്കിത് കാണുമ്പോൾ നമുക്ക് പറയാനുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നടങ്കം ജനങ്ങൾ, ബിഗ് ബോസ് കാണുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ ഉൾപ്പെടെ പറയുന്നൊരു കാര്യമാണ് ശൈത്യയുടെ ഈ കട്ടപ്പ എന്നുള്ളൊരു ഈ പ്രവൃത്തികൾ, അല്ലേ? അതുമാത്രമല്ല, ഏഷ്യനെറ്റ് വരെ ഈ ഒരു സംഭവം ചിത്രീകരിച്ചിട്ടുണ്ട്. ഏഷ്യനെറ്റ് വരെ ആ ഒരു ഫോട്ടോ, മറ്റേ ബാഹുബലിയുടെ ഫോട്ടോയൊക്കെ വെച്ച് അവർ തന്നെ ഒരു ഇത് ഇറക്കിയിട്ടുണ്ട്, ഒരു ട്രോളും കാര്യങ്ങളും ഇതൊക്കെ അവർ തന്നെ ഇറക്കിയിട്ടുണ്ട്. അപ്പം എന്തായാലും കൊള്ളാം. എന്തായാലും ഇത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ രണ്ടാമതൊരു ചാൻസ് കിട്ടിയതാണ്, അല്ലേ? ഇവർക്ക് ആ ഒരു നെഗറ്റിവിറ്റി മാറ്റാനെ കൊണ്ട് രണ്ടാമതൊരു അവസരം കിട്ടിയതാണ്. അതുപോലും അവർ ഉപയോഗിക്കാതെ, നല്ല രീതിയിൽ ഉപയോഗിക്കാതെ അവിടെ ചെന്നിരുന്നിട്ട്, ഞാൻ എൻ്റെ വീഡിയോസിനകത്ത് പറഞ്ഞിട്ടുണ്ട്, അതൊരു ചാൻസ് ആയിരുന്നു. അവിടെ ചെന്ന് നല്ല രീതിയിൽ ഉപയോഗിക്കുമായിരുന്നെങ്കിൽ ആൾക്കാർ ആ ഒരു പഴയ സംഭവം വീണ്ടും എടുത്ത് കുത്തിപ്പൊക്കി സംസാരിക്കത്തില്ലായിരുന്നു, ആ ഒരു പഴയതിലേക്ക് കൊണ്ടുവരത്തില്ലായിരുന്നു. വീണ്ടും അവിടെ ചെന്നിട്ട് അങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് മാത്രമാണ് പിന്നെയും ഈ ഒരു പേര് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത്, അല്ലേ? ഇതൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ആ രേണുസുതി അത്രയും, ഇതൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ
ഇപ്പം തന്നെ രേണു സുധിയുടെ കേസ്. രേണു സുധി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ സോഷ്യൽ മീഡിയയിലിട്ട് കുത്തി വലിച്ചിട്ടുണ്ട്. അത്രയും വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ളൊരു വ്യക്തിയാണ് ഈ രേണു സുധി. എന്തിന് ബിഗ് ബോസിൽ പോയതിന് ശേഷവും പോയിട്ട് വന്നതിന് ശേഷവും ഒരുപാട് വിമർശനങ്ങൾ ഏറ്റെടുത്ത വ്യക്തിയാണ് എലി. ഏറുകൊണ്ട വ്യക്തിയാണ് രേണു സുധി. അതുപോലെ സെപ്റ്റിക് ടാങ്ക്, അങ്ങനെയാണെങ്കിൽ ആ സെപ്റ്റിക് ടാങ്കുമായിട്ട് ബന്ധപ്പെട്ട് പുറത്ത് എന്തോ ഒരു ഇത് ട്രോളുകൾ നടന്നിട്ടുണ്ട്, ട്രോള് വന്നിട്ടുണ്ട് അല്ലേ. ആൾക്കാർ അതെടുത്തിട്ട് ട്രോളിയിട്ടുണ്ട്, അതെടുത്തിട്ട് റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ പറയുന്നത് പോലെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രേണു സുധിയൊക്കെ എന്ത് ചെയ്യണം? എത്ര ആൾക്കാരുടെ പേരിൽ കേസ് കൊടുക്കണം അല്ലേ? അത് പിന്നെ അനുവുമായിട്ട് ബന്ധപ്പെട്ട് അനുവിനൊക്കെ എന്തോ ഒരു ബുള്ളിങ് ആണ് ചെയ്യുന്നത്, എന്തോ ഒരു ഡീഗ്രേഡിങ് ആണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അനുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്, അതുപോലെ അനുവിനെ ഡീഗ്രേഡ് ചെയ്യുന്നത് എന്തുമാത്രം മോശപ്പെട്ട വാക്കുകളാണ് ഈ ഇൻസ്റ്റാഗ്രാമിലോ അവിടെ ഇവിടെയൊക്കെ അനുവിൻ്റെ പേരിൽ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ അനുവിൻ്റെ ഫാമിലി എന്തു ചെയ്യണം? ഇവരൊക്കെ എന്നേ കേസ് കൊടുക്കേണ്ട സമയം കഴിഞ്ഞല്ലോ അല്ലേ. അപ്പം ഇതൊക്കെ മനസ്സിലാക്കൂ. ഇതൊരു ഷോയാണ്. ഈ ഒരു ബിഗ് ബോസിനെ പറ്റിയിട്ട് നല്ല രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടാണല്ലോ ഈ ഒരു ഷോയിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ കാഴ്ചവെക്കുന്നത് നമ്മളെ പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ആൾക്കാർ വിലയിരുത്തുന്നത്. ഇത് ഇപ്പം കുറച്ച് യൂട്യൂബേഴ്സ് മാത്രമല്ല ഇത് കാണുന്നതും അഭിപ്രായങ്ങൾ പറയുന്നതും ഇതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നതും. ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന ഷോയാണ്. അത്രയും ആൾക്കാരുടെ അഭിപ്രായം കൂടെയാണ്, അവർ പറയുന്ന കാര്യങ്ങളാണ്, അവരും പറയുന്ന കാര്യങ്ങൾ കൂടെയാണ് അല്ലേ. അല്ലാതെ യൂട്യൂബേഴ്സ് മാത്രം പറയുന്ന കാര്യമല്ല. അപ്പം ഈ ഒരു സത്യം പറഞ്ഞാൽ പോസിറ്റീവ് ആവാനെ കൊണ്ട് വീണ്ടും ഒരു ചാൻസ് കിട്ടിയതാണ്. റീ എൻട്രിയിൽ കയറിപ്പോയിട്ട് അവരെ പോസിറ്റിവിറ്റി അവർ അവിടെ കാണിച്ചായിരുന്നെങ്കിൽ ജനങ്ങൾ പഴയതൊക്കെ മറന്നു. ഓൾറെഡി എല്ലാം മറന്നേടേ. വീണ്ടും ചെന്നിട്ട് വീണ്ടും ഇത് കുത്തിപ്പൊക്കിക്കൊണ്ടല്ലേ ഇതൊക്കെ വീണ്ടും ഇത് സംസാര വിഷയമായത്. പിന്നെ ഇതിനെ പറ്റിയിട്ട് ശൈത്യയെ പറ്റിയിട്ട് അഖിൽ മാരാറിൻ്റെ ഒരു വീഡിയോ തന്നെ റീസെൻ്റ് ആയിട്ട് അഖിൽ ലൈവിനകത്ത് പറയുന്നുണ്ട് ഈ ഒരു കാര്യത്തെ പറ്റിയിട്ട്. ഞാൻ വേണേൽ അത് ജസ്റ്റ് ഒന്ന് ഇവിടെ കൊടുക്കാം, അതും കൂടെ ഒന്ന് കണ്ടുപോകുക. ശൈത്യ പുറത്തുനിന്ന് അകത്ത് പോയിട്ട് ഈ കിടന്ന് വിളിച്ചു കൂവി അലറി വിളിച്ച് കരഞ്ഞതുകൊണ്ട് എന്താ സംഭവിച്ചത്? കഴിഞ്ഞ പ്രാവശ്യം കയറിപ്പോയതിനെക്കാട്ടിയും കൂടുതൽ ആരോപണവും ആക്ഷേപവും അതിനപ്പുറം പരിഹാസവും ഈ റീ എൻട്രി കൊണ്ട് മേടിച്ചെടുക്കാൻ കഴിഞ്ഞു. ഇനി ഒരിക്കലും മായ്ക്കാത്ത രീതിയിൽ ഇത്തരം നെഗറ്റിവിറ്റികൾ ഇവരുടെ തലയിലേക്ക് അവരുടെ പ്രവൃത്തി കൊണ്ട് അടിച്ചേൽപ്പിച്ച് വെക്കുകയാണ്. അല്ലാതെ സമൂഹം മറന്നുപോയൊരു കാര്യമായിരുന്നു അത്. വളരെ മര്യാദയ്ക്ക് പോയി അനുമോളോട് വളരെ നല്ല രീതിയിൽ സംസാരിച്ച്, ഷാനവാസിനോട് നല്ല രീതിയിൽ സംസാരിച്ച്, ആ അവസാന 7 പേരോടും വിജയാശംസകൾ നേർന്നുകൊണ്ട് 7 പേർക്കും കോൺഫിഡൻറ്റ് കൊടുത്ത് അവരുമായി നല്ല രീതിയിലൊരു ബന്ധം സ്ഥാപിച്ച് തിരിച്ച് വളരെ സന്തോഷത്തോടു കൂടി ഇറങ്ങി വരാൻ ഈ റീ എൻട്രി ചെയ്തു പോയ മനുഷ്യർക്ക് ഈ പറയുന്ന മത്സരാർത്ഥികൾക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ അവരോട് ജനത്തിന് ഇഷ്ടമുണ്ടായേനെ. പക്ഷേ ജനത്തിന് ഇവരോട് വെറുപ്പ് ഉണ്ടായി. എന്താ കാര്യം? ഇവരുടെ കയ്യിലിരിപ്പ്. അല്ലാതെ ഇവർ ആ ഹൗസിലുള്ള ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടാണ് അല്ലെങ്കിൽ പുറത്തുള്ള PR വല്ലതും ചെയ്തിട്ട് കേട്ടല്ലോ. ഇവിടെ അഖിൽ പറഞ്ഞ കേട്ടല്ലോ, ഇവർക്ക് രണ്ടാമത് റീ എൻട്രി ഒരു അവസരം കിട്ടിയതാണ്. അവിടെ പോയി ഈ അനുവിൻ്റെ അടുത്താണെങ്കിലും ഈ ഒരു പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് സോൾവ് ചെയ്ത്, അല്ലെങ്കിൽ ഷാനവാസിൻ്റെ അടുത്തായാലും ഇവിടത്തൊക്കെ ആയാലും നല്ല രീതിയിൽ സംസാരിച്ച് വരുവാന്നുണ്ടെങ്കിൽ ജനങ്ങൾ ഇതൊക്കെ മറന്നേനെ. പിന്നെ ഓൾറെഡി ജനങ്ങൾ ഇതൊക്കെ മറന്ന കേസാണ്. അഖിൽ പറയുന്നത് കറക്റ്റ് കാര്യം തന്നെയാണ്. കയ്യിലിരിപ്പ് തന്നെയല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. വീണ്ടും കയറിപ്പോയിട്ട് അവിടെ പോയിട്ട് ഈ പറഞ്ഞുള്ള ഈ വിഷയം എടുത്തിട്ട് ചർച്ച ചെയ്ത് പൊട്ടിക്കരഞ്ഞ് ജനങ്ങളുടെ മുമ്പിൽ അങ്ങനെ കാണിക്കുമ്പോഴത്തേക്ക് ജനങ്ങൾ അതിനെ അഭിപ്രായം വീണ്ടും പറയും. വീണ്ടും ആ പഴയ വിഷയം എടുത്ത് വീണ്ടും ഇടും. ജനങ്ങളത് കുത്തിപ്പൊക്കി വീണ്ടും അതൊരു ഈ പറഞ്ഞിട്ടുള്ള ഒരു നമ്മളൊരു ലൈഫ് ടൈം ഉണ്ടല്ലോ, ലൈഫ് ടൈം നമ്മളെ കൂടെ കാണുന്നൊരു നെഗറ്റീവായിട്ട് തന്നെ നമ്മളൂടെ അത് മാറും. അത് അവിടെ ചെന്ന് രണ്ടാമതൊരു അവസരം കിട്ടിയത് അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് പുള്ളിക്കാരിക്ക് അറിയാൻ പറ്റാതായിപ്പോയി. എനിക്ക് തോന്നുന്നു മറ്റുള്ളവരെ വാക്കുകൾ കേട്ടിട്ട് ഈ പറഞ്ഞിട്ടുള്ള എനിക്ക് തോന്നുന്നു മറ്റുള്ള ആൾക്കാർ ഇപ്പം കണ്ടസ്റ്റൻസുകൾ ഇറങ്ങിയല്ലോ, ഇവരെല്ലാവരും കൂടെ ഗ്രൂപ്പായിട്ട് ഇന്ന് പ്ലാൻ ചെയ്ത് അവരെ ഈ പറഞ്ഞിട്ടുള്ള അവരെ ദേഷ്യങ്ങളും കൂടെ അവരെ മനസ്സിലുള്ള വിദ്വേഷവും കൂടെ എനിക്ക് തോന്നുന്നു ശൈത്യയിലേക്ക് അടിച്ചേൽപ്പിച്ച് അതുകൊണ്ട് മാത്രമാണ് ശൈത്യ ഇത്രയും അവിടെ ചെന്നിട്ട് ഇത്രയും പൊട്ടിത്തെറിച്ച് പഴയ കാര്യങ്ങൾ എടുത്തിട്ട് വീണ്ടും അത് കുളവാക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഈ അഖിൽ പറഞ്ഞത് കറക്റ്റ് തന്നെ. നമ്മൾ നന്നാവുകയാണെങ്കിൽ ബാക്കി കാര്യങ്ങൾ തനിയെ നന്നാവും എന്ന് പറയുന്ന പോലെയാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും നോക്കാം എങ്ങനെ ആവുമെന്ന്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. സീ യു.